കോഴിക്കോട് തിരുവമ്പാടിയിൽ പൊതുപ്രവർത്തകനെ സ്ത്രീധന പീഡന കേസിൽ പ്രതിയാക്കിയ സംഭവത്തിൽ SI നഷ്ടപരിഹാരം നൽകണം. SI EK രമ്യയുടെ ശമ്പളത്തിൽ നിന്ന് പൊതുപ്രവർത്തകൻ സെയ്തലവിക്ക് 50,000 രൂപ നഷ്ടപരിഹാരം നൽകാനാണ് മനുഷ്യാവകാശ കമ്മിറ്റിയിലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ജനുവരി 24 വ്യാജ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം. പരാതിക്കാരനും പാത്തുമ്മയും ഭർത്തൃ സഹോദരനായ അബ്ദുറഹ്മാനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്ന് പരാതിക്കാരൻ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് പാത്തുമ്മ തിരുവമ്പാടി പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ സെയ്തലവിയെ പ്രതിയാക്കി സെക്ഷൻ 354 IPC പ്രകാരം കേസെടുത്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അക്രമം നടന്നതായുള്ള പരാതി വ്യാജമാണെന്ന് കണ്ടെത്തി. പോലീസ് മതിയായ അന്വേഷണം നടത്താതെ ലാഘവത്തോടെ കേസിനെ കണ്ടുവെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയത്. 50 സെന്റിന് കൃത്രിമ ആധാരം ഉണ്ടാക്കുകയും 2019 തിരുവമ്പാടി വില്ലേജിൽ അത് കൃത്രിമമായി എഴുതി ചേർത്ത് പോക്കുവരവ് 30 വർഷങ്ങൾക്ക് ശേഷം നടത്തുകയായിട്ട് ബന്ധപ്പെട്ട് സിവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കൃത്രിമ കേസാണ് ഈ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന സ്ത്രീയും അവരുടെ ഭർത്താവിന്റെ സഹോദരനായ അബ്ദുറഹ്മാനും കൂടിയിട്ട്. നഷ്ടപരിഹാര തുക സർക്കാർ 2 മാസത്തിനുള്ളിൽ നൽകിയ ശേഷം തിരുവമ്പാടി SI EK രമ്യയുടെ ശമ്പളത്തിൽ നിന്നും ഈടാക്കണമെന്നും കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. എന്നാൽ തന്റെ ഭാഗത്ത് മനഃപൂർവ്വമുള്ള വീഴ്ച സംഭവിച്ചു